അപ്പോൾ കൊഴുവ് വെച്ചിട്ട് അങ്ങനെ പീര ഉണ്ടാക്കിയിട്ട് നോക്കാം. അതിന് ഇടുന്നത് 1 കിലോ കൊഴുവ് എടുത്തിട്ടുണ്ട്. അത് കഴുകി സെറ്റാക്കി എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കത് ഒട്ടും വെള്ളമില്ലാണ്ട് നമ്മൾ ഒരു ഉരുളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1.5 മുറി നാളികേരം, ഒരു പീസ് ഇഞ്ചി, ഒരു 5-6 ചുവന്നുള്ളി, ഒരു 5-6 പച്ചമുളക്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. വെള്ളം കൂട്ടാണ്ട് വേണം അത് പൊടിച്ചെടുക്കാനായിട്ട്. നല്ലോണം നന്നായി പൊടിച്ച് വേണം അതെടുക്കാനായിട്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 പീസ് കുടപ്പുളി ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് പുളിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി അതൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമ്മൾ ഇതുപോലെ ആക്കി വയ്ക്കുക. അപ്പോൾ ഈ രീതിയിൽ സെറ്റാക്കിയതിന് ശേഷം അത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലൊട്ടും വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ ഇത് മൂടി വെച്ച് കഴിയുമ്പോൾ ഇതിന് ചിലപ്പോൾ ഒരു ആവി പോലെ വന്നിട്ട് അത് വെന്ത് കിട്ടിയോളും. അപ്പോൾ നമ്മുടെ കൊഴുവൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഈ വില കുറവൊക്കെ ഉള്ള മീനൊക്കെ ഇപ്പോൾ അത്യാവശ്യം വില കുറവുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ മീനൊക്കെ അത്യാവശ്യം നല്ലോണം വില കുറവുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാനായിട്ട് നമുക്കധികം ചിലവില്ല. അപ്പോൾ നല്ലൊരു കറിയാണ്, ചോറിനൊക്കെ പറ്റിയൊരു കറി. അവസാനമായിട്ട് നമുക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൊഴുവ പീര സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കുക. ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക.